പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാൻ പുതുതായി വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളെപ്പറ്റി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ റഷ്യയുടെ സോയൂസ് എന്ന് പറയുന്ന റോക്കറ്റിൽ ഇറാൻ പുതിയതായി 3 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വിക്ഷേപിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് അതിൻ്റെ കൃത്യതയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ വിക്ഷേപിച്ച ട്രോളു 3 എന്ന് പറയുന്ന ഉപഗ്രഹമാണ്. ആ ഉപഗ്രഹം വളരെ കൃത്യമായി തന്നെ ഇസ്രായേലിൻ്റെ അകത്തുള്ള എല്ലാ രഹസ്യങ്ങളും ഇറാന് പകർന്നു നൽകും എന്ന ഒരു വിശകലനമാണ് പ്രതിരോധ വിദഗ്ധരൊക്കെ നടത്തുന്നത്. വളരെ കൃത്യതയാർന്ന ഹൈ റെസൊല്യൂഷനിലൂടിയ ക്യാമറകൾ ഇസ്രായേലിൻ്റെ സൈനിക രഹസ്യങ്ങൾ, അതുപോലെ ആണവായുധ കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ വിവരങ്ങൾ ഇറാന് പകർത്തി നൽകും എന്ന വിവരങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഉപഗ്രഹം ട്രോളു 3 എന്ന് പറയുന്ന ഇറാന്റെ അത്യാധുനികമായ ഉപഗ്രഹം ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇറാൻ മിസൈലുകളിൽ മാത്രമായിരുന്നു അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത്. സാങ്കേതികതയിലൊക്കെ ഇസ്രായേലിന് വലിയ പുരോഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തങ്ങളുടെ ആ അരിഷ്ടതകളൊക്കെ പരിഹരിച്ച് ഇസ്രായേലിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ ഒക്കെ സാങ്കേതിക മികവിൽ എത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇറാനിലുള്ളത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും റഷ്യയുടെയും ചൈനയുടെയും വളരെ കൃത്യതയാർന്ന സാങ്കേതിക സഹായങ്ങൾ ഇറാൻ ഈ അവസരത്തിൽ ലഭിക്കുന്നുണ്ട് എന്നത് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമാണ്. ഇന്നും റഷ്യയുടെ 4 കാർഗോ വിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയതായി അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ഫോർദോ മുതലായ അമേരിക്കയും ഇസ്രായേലും ബോംബിങ്ങിൽ കേടുപാടുകൾ വരുത്തിയ ഇറാന്റെ ആണവ നിലയങ്ങളുടെ അറ്റകുറ്റപ്പണികളൊക്കെ റഷ്യയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നൊരു വാർത്തയും മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഒപ്പം ചൈന വളരെ കൃത്യമായി തന്നെ ഇറാന്റെ സാമ്പത്തിക സ്ഥിതിയെ താങ്ങി നിർത്തുന്ന വിധത്തിൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വളരെ കൃത്യമായി തന്നെ ഇറാന്റെ കയ്യിൽ നിന്ന് ചൈന എണ്ണ വാങ്ങുന്നത് ഒരിക്കലും പൈസ കൊടുത്തിട്ടല്ല, അഥവാ ഡോളർ വിനിമയ നിരക്കായി സ്വീകരിച്ചുകൊണ്ടല്ല, മറിച്ച് ബാർട്ടർ സമ്പ്രദായം പോലെ ഈ എണ്ണയ്ക്ക് പകരമായിട്ട് ചൈന ഇറാനിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതായത് ആവശ്യമായ പാലങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, എയർപോർട്ടുകളൊക്കെ പണിഞ്ഞു കൊടുക്കുക എന്ന ഒരു ബാർട്ടർ സമ്പ്രദായ രീതിയാണ് ചൈന സ്വീകരിക്കുന്നത്. കാരണം ഈ എണ്ണയ്ക്ക് പകരമായി പൈസ കൊടുത്താൽ, ഡോളറിൽ വിനിമയം ചെയ്താൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രായേൽ പോലുള്ള ഇറാന്റെയും ചൈനയുടെയും ശത്രു രാജ്യങ്ങളും ഒക്കെ അറിയുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു മാർഗമാണ് ചൈന ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന ചർച്ചകളും ഒക്കെ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വടക്കൻ കൊറിയയുടെ സൈനിക മേധാവികൾ ടെഹ്റാൻ സന്ദർശിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ വളരെ കൃത്യതയാർന്ന സൈനിക സാങ്കേതിക ഉപദേശങ്ങൾ ഇറാൻ അവർ പകർന്നു നൽകിയിട്ടുണ്ട് എന്ന വസ്തുതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നേരത്തെയും വടക്കൻ കൊറിയയുടെ ഒരു സാങ്കേതിക സഹായം ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഉണ്ടായിരുന്നു, ഇറാന്റെ പ്രോക്സികൾക്കുണ്ടായിരുന്നു. ഗസയില് വടക്കൻ കൊറിയ നിർമ്മിച്ചു കൊടുത്ത തുരങ്കങ്ങളിലാണ് ഹമാസ് മിക്കപ്പോഴും, അവിടെ നിന്നാണ് ഒളിയുദ്ധങ്ങളൊക്കെ നിയന്ത്രിച്ചത്. മിക്കപ്പോഴും ഇസ്രായേലിന്റെ സൈനികർ ഈ തുടക്കമേത് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഈ തുരങ്കങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. അപ്പോൾ ചൈനയും റഷ്യയും വടക്കൻ കൊറിയയും ഇറാനും ചേർന്നുള്ള ഒരു ലോകക്രമം അത് ഇസ്രായേലിന് വലിയ ഭീഷണിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി ഇടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.